പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഞങ്ങളെ എല്ലാവരുടെയും മനസ്സുകളെയും ഹൃദയങ്ങളെയും അവിടുന്ന് തുറക്കണമേ. ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാനും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് കൂടുതൽ അടുക്കുവാനും യോഹന്നാൻ സ്ലീഹയ്ക്ക് അവിടുന്ന് കൊടുത്ത വെളിപ്പാടിലൂടെ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി. ഇന്നത്തെ ഈ ക്ലാസ് എല്ലാ ഹൃദയങ്ങൾക്കും ആശ്വാസമായി മാറട്ടെ. പ്രത്യേകിച്ച് 2021 ഞങ്ങൾ പ്രവേശിച്ച് ഈ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഞങ്ങൾ സമയം വേർതിരിച്ച് ഈ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ സൗഖ്യത്തിനും അഭിഷേകത്തിനും വലിയ സന്തോഷത്തിനും കാരണമായി തീരണമേ. എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ, കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വലിയ പ്രചോദനം കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഞങ്ങൾക്ക് അയക്കണമേ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് വിശേഷമായ ഒരു പ്രതിഷ്ഠ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണിത്. ഇപ്പോൾ തന്നെ സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണം. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, സന്യസ്തരുടെ സമർപ്പണ അധികാരത്തോട് ചേർന്ന്, മേൽപ്പട്ടക്കാരുടെ വിശുദ്ധീകരണ അധികാരത്തോട് ചേർന്ന് ഞങ്ങൾ ഇന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഈ നിമിഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ തുറന്ന് അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തുവിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടു തിരമരുമാറാകണമേ. യോഹന്നാന്റെ സുവിശേഷം എത്തി വന്ന് നിൽക്കുന്നത് ഇപ്പോൾ 13-ാമത്തെ വാക്യത്തിലാണ്. അതായത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യ ഖണ്ഡികയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യത്യസ്തമായ ഒരു സുവിശേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവസാനം ചോദ്യം ചോദിക്കാം, കാരണം ആദ്യം ചോദ്യം ചോദിക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അവസാനത്തേക്ക് ചോദ്യം വിടുവാണ്. അപ്പം യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യത്യസ്തമായ സുവിശേഷമാകുന്നത് മറ്റു സുവിശേഷങ്ങളിലേതുപോലുള്ള ഉദ്ധരണികൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇല്ല എങ്കിൽ കൂടെ മറ്റു സുവിശേഷങ്ങൾ വിശദീകരിക്കുന്ന വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ തികച്ചും വ്യക്തിപരമായ ഒരു ശൈലിയാണ് അവലംബിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിപ്പം ഫോക്കസ് ചെയ്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് 13-14 വാക്യങ്ങളിലാണ്. 13-14 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളാണ്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ നമ്മൾ ഈ വാക്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ നമ്മൾക്കറിയാം, ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ വരുമ്പം കേവലം ഒരു പെരിഫറൽ ആയിട്ടുള്ള ഐഡിയയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടീച്ചിങ്ങിലേക്ക് പോകുമ്പം ഈ അവർ ജനിച്ചത് എന്നുള്ളതിന് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഭാഷാന്തരങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം, അവൻ ജനിച്ചത് എന്നുകൂടെ ഉള്ള ഭാഷാ പ്രയോഗമുണ്ട്. അവർ ജനിച്ചത് എന്നുള്ള പ്രയോഗം ഉള്ളപ്പോൾ തന്നെ അവൻ ജനിച്ചത് എന്ന പ്രയോഗവും അവിടെയുണ്ട്. അപ്പൊ യേശുവിന്റെ വിശേഷമായ ഒരു ജനനത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇത് പറയുന്നതെന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകപ്പെട്ടിരുന്നു. യേശുവിന്റെ വിശേഷമായ ഒരു ജനനത്തെക്കുറിച്ചാണ് ഇത് പരാമർശിക്കുന്നതെന്ന് ഇത് വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ അവർ ജനിച്ചത്, അത് നമ്മൾ ഇങ്ങനെ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അവൻ ജനിച്ചത്, യേശു ക്രിസ്തു ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്ന് അത്രേ. അപ്പൊ ഇത് വീണ്ടും ജനനം എന്ന പ്രധാന ചിന്ത 3-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് യോഹന്നാൻ കൊണ്ടുവരുന്ന ഒരു പ്രമേയമാണ്. ബോൺ അഗെയിൻ എന്ന് പറയുന്ന പ്രധാന ചിന്തയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് മുമ്പോട്ട് നൽകുന്ന ഒരു ഇൻട്രഡക്ഷൻ ആണ്. അവർ ജനിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ആധുനിക ഭാഷാന്തരങ്ങളിലാണ് അവർ ജനിച്ചതെന്ന് കാണുന്ന. അവൻ ജനിച്ചത് എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള വിശേഷമായ വിശദീകരണം. അപ്പൊ ആ ജനനം എന്താണ്? അത് രക്തത്തിൽ നിന്നുള്ള ജനനമല്ല, അത് ശാരീരിക അഭിലാഷത്തിൽ നിന്നുള്ള ജനനമല്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നുള്ള ജനനമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ. അപ്പൊ അങ്ങനെ പറയുമ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല എന്താണ് ഈ ദൈവത്തിൽ നിന്നുള്ള ജനനമെന്ന്. അതുകൊണ്ടാണ് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു.
അപ്പം അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല. എന്നിട്ട് പറയുകയാണ് ദൈവത്തിൽ നിന്നത്രേ. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രൻ, ആ ആശയമാണ് ആദ്യമേ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ POC ബൈബിൾ നോക്കുമ്പോഴും എല്ലാം നമുക്ക് അവൻ എന്നുള്ളതാ കാണുന്നത്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ആ രണ്ടാമത്തെ ചിന്തയും, ഇപ്പം പ്രസിദ്ധമായ ഒരു കമന്ററി നമുക്കറിയാം. ഇപ്പം പ്രത്യേകിച്ച് കാത്തലിക് ചർച്ചിലേക്ക് നമ്മൾ വരുമ്പോൾ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഈ പരാമർശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകുന്ന പ്രസിദ്ധമായ ഒരു കമന്ററിയിൽ അത് സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ നമുക്ക് മനസ്സിലാവും. അവിടുന്ന് എന്ന പ്രയോഗമാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. 13-ാമത്തെ വചനം അല്ലെ, 13-ാമത്തെ വചനം, 13-ാമത്തെ വചനം. പ്രധാനമായും രണ്ട് തരത്തിൽ ഈ വാക്യം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അവൻ ജനിച്ചത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വാക്യം വിരൽ ചൂണ്ടുന്നത് യഹോശുവയുടെ അല്ലെങ്കിൽ കർത്താവിന്റെ കന്യകാജന്മമാണെന്ന് ഒരു കൂട്ടർ വ്യാഖ്യാനിച്ചിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. അവർ എന്നുള്ളതിന് അവൻ ജനിച്ചത് എന്ന് ഒരു കൂട്ടർ ആദ്യമേ വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ ആധുനിക വ്യാഖ്യാതാക്കളെല്ലാം, അപ്പം കുറച്ച് ഏൻഷ്യന്റ് ആയിട്ടുള്ള വ്യാഖ്യാന രീതികളിലെല്ലാം അവൻ ജനിച്ചത് എന്ന പ്രയോഗമാണ്. എന്നാൽ ആധുനികമായിട്ട് ഇപ്പം നമ്മുടെ സമകാലികരോ അല്ലെങ്കിൽ നമ്മുടെ പുറകിലൊക്കെ ഉള്ളവരുടെ വ്യാഖ്യാന രീതി വരുമ്പം അവർ ജനിച്ചത് എന്ന പദം തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആധുനിക വ്യാഖ്യാതാക്കളെല്ലാം അവർ ജനിച്ചത് എന്ന് പറഞ്ഞാണ് ഈ വാക്യം തുടങ്ങുന്നത്. ദൈവമക്കളായി തീരുന്നത് സാധാരണ ലൈംഗിക പ്രക്രിയയുടെ അല്ല, പ്രത്യുത ദൈവത്തിൽ നിന്ന് എന്ന് ഇവിടെ പ്രസ്താവിക്കുകയാണ്. സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം വഴിയാണ്. ഇവിടെ രക്തത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ബീജത്തെ തന്നെയാണ്. പുരുഷനാണ് ലൈംഗിക ബന്ധത്തിൽ മുൻകൈ എടുക്കുന്നതെന്ന കണക്കൂട്ടലിലാണ് പുരുഷന്റെ ഇച്ഛയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി 13-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചാണ്. അവർ ജനിച്ചത് അല്ലെങ്കിൽ അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. എന്നിട്ട് പറയാണ് വചനം മാംസമായി നിങ്ങളുടെ ഇടയിൽ വസിച്ചു. അപ്പൊ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ജനനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. അപ്പൊ രണ്ട് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ജനനം, നമ്മുടെ വീണ്ടും ജനനം, ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വീണ്ടും ജനന അനുഭവം, അത് വളരെ വ്യത്യസ്തമായ ഒരു ജനനമാണ്. അതാണ് ഈ വാക്യത്തിന്റെ ഒരു മുഖം. രണ്ടാമത്തെ മുഖമാണ് ഈശോയുടെ ജനനം. ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുകയാണ് അത് ശാരീരിക അഭിലാഷത്തിൽ നിന്നുണ്ടായതല്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നുണ്ടായതല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് അത്രേ. ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ജനനം എന്ന് പറയുമ്പം എന്നാ അതിന്റെ അർത്ഥം? 14-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ആ ദൈവത്തിൽ നിന്നുള്ള ജനനം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം മാംസമായി നിങ്ങളുടെ ഇടയിൽ വസിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. 14-ാമത്തെ വാക്യം കണ്ടേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പൊ ഇത് തുടർമാനമായി പഠിച്ചു വരുന്നവർക്ക് അറിയാം. യോഹന്നാൻ 1:1 പറഞ്ഞപ്പോ പറഞ്ഞു ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഇൻ ദ ബിഗിനിങ് ദർ വാസ് ലോഗോസ്. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ ആ ലോഗോസ് പെർസോണിഫൈ ചെയ്യപ്പെടുകയാണ് ബോഡി ഫോമിൽ, ദ ഇൻകാർണേറ്റഡ് ലോഗോസ്. ആ പദം ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ. മാനിഫെസ്റ്റഡ് ലോഗോസ് അല്ല, ഇൻകാർണേറ്റഡ് ലോഗോസ്. അത് രണ്ടും രണ്ട് ഇതാണ്. അപ്പം ഇനി ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എന്തിനാണ് ഈ ഒരു വാക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളതിന്റെ പ്രാധാന്യവും കൂടെ പറയാം. 14-ാമത്തെ വചനം, വചനം മാംസമായി നിങ്ങളുടെ ഇടയിൽ വസിച്ചു. നമുക്കറിയാം ജ്ഞാനവാദികളോടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സംസാരിക്കുന്നത്. ആരോട് സംസാരിക്കുന്നത്? ജ്ഞാനവാദികളോട്. അപ്പൊ ജ്ഞാനവാദ വിശ്വാസം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? കേട്ട് കഴിഞ്ഞതാണ്. ജ്ഞാനവാദ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു വിശ്വാസമായിരുന്നു ആ കാലഘട്ടത്തിൽ. ജ്ഞാനവാദ വിശ്വാസം, ജ്ഞാനവാദത്തിനകത്ത് ഉണ്ടായിരുന്ന പ്രധാന ചിന്തയായിരുന്നു ഈ ലോഗോസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ലോഗോസ് ചിന്ത. ജ്ഞാനവാദികൾ അഭിപ്രായത്തിൽ ദൈവത്തിനും ലോകത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാണ് ലോഗോസ്. വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ, ജ്ഞാനവാദികളുടെ അഭിപ്രായത്തിൽ. അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണ് ലോഗോസ്. അപ്പൊ ജ്ഞാനവാദികളുടെ ചിന്തയനുസരിച്ച്, അഭിപ്രായം അനുസരിച്ച് ദൈവത്തിനും ലോകത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാണ് ലോഗോസ്.
ദൈവം ലോകം സൃഷ്ടിച്ചത് ലോഗോസ് വഴിയാണ്. അതാണ് ജ്ഞാനവാദികളുടെ പ്രധാന ചിന്ത. നോസ്റ്റിസിസം, അതാണ് ജ്ഞാനവാദം. നമ്മളത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ യോഹന്നാൻ നേരിടേണ്ടി വന്നത് ഗ്രീക്ക് തത്വചിന്തയാണ്. ഗ്രീക്ക് തത്വചിന്തയ്ക്കകത്ത് ഈ ലോഗോസ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഗ്രീക്ക് തത്വചിന്തയിൽ അധിഷ്ഠിതമായ വിശ്വാസമായിരുന്നു ജ്ഞാനവാദം അഥവാ നോസ്റ്റിസിസം. ഓക്കെ, ജ്ഞാനവാദികള് പറയുകയാണ് ദൈവത്തിനും ലോകത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാണ് ലോഗോസ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ലോഗോസ് വഴിയാണ്. അതുപോലെ മനുഷ്യന് രക്ഷ കൈവന്നിരിക്കുന്നത് ലോഗോസിലൂടെയാണ്. ഇതാണ് ജ്ഞാനവാദികളുടെ പ്രധാന ചിന്തയുണ്ടായിരുന്നത്. എന്നാൽ ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജ്ഞാനവാദികള് ഒരു പ്രധാനമായ ഒരു ദുരുപദേശം വിശ്വസിച്ചിരുന്നു. ആ ദുരുപദേശം പിന്നീട് ക്രിസ്ത്യനൈസ് ചെയ്യപ്പെട്ടപ്പം അതിന്റെ പേര് ഡോസറ്റിസം എന്നായിരുന്നു. ഡോസറ്റിസം ഒന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ഡോസറ്റിസം എഴുതിയോ? ഡോസറ്റിസം എന്താണ് ഡോസറ്റിസം? ഡോസറ്റിസം വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. ഡോസറ്റിസം എന്ന് പറയുന്നതിന്റെ പ്രധാന ചിന്ത ഇത്രയേ ഉള്ളൂ. അതായത് ഇൻകാർണേറ്റഡ് ഫോം അല്ല, അതായത് ജഡാവതാരമല്ല, പിന്നെ എന്താണ്, ഒരു മായക്കാഴ്ചയാണ്, മാനിഫെസ്റ്റേഷൻ ആണ്, ജഡാവതാരമല്ല. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്തല്ല, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം, ദ ഇൻകാർണേറ്റഡ് ഫോം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അത് ഇൻകാർണേഷൻ അല്ല, പിന്നെ എന്താണ്, ഒരു മാനിഫെസ്റ്റേഷൻ ആണ്, ഒരു വെളിപ്പെടുത്തൽ മാത്രമാണ്, ജഡാവതാരമല്ല. എന്ന് പറഞ്ഞാൽ യേശു ദൈവമായിരുന്നു. ആ ദൈവമായ യേശു ക്രിസ്തുവിന് എന്തില്ലായിരുന്നു? ശരീരരക്തങ്ങളോട് കൂടിയല്ലായിരുന്നു യേശു. പിന്നെയോ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമായിരുന്നു. ആ ദുരുപദേശത്തിന്റെ പേരെന്താ? ഡോസറ്റിസം. ഓക്കെ, അപ്പൊ ആ ഡോസറ്റിസം അനുസരിച്ച് യേശു എന്ന് പറയുന്നത് എന്താ? ശരീരം സ്വീകരിച്ചു വന്ന പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും, ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഒരാളല്ല, മറിച്ച് ദൈവത്വം മാത്രം ഉണ്ടായിരുന്ന, ശരീരം സ്വീകരിക്കാനാവാത്ത, മനസ്സിലായി? അവിടെയാണ് ആ ചിന്ത ആഴമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശരീരം സ്വീകരിക്കാനാവാത്ത, ദൈവത്വം മാത്രമുള്ള, എന്നാൽ ദൈവത്വം ഉള്ളപ്പോൾ തന്നെ ആ ദൈവത്വത്തിന് എന്തുണ്ട്? മാനിഫെസ്റ്റേഷൻ ഉണ്ട്, വെളിപ്പെടുത്തലുണ്ട്. അത് മാത്രമായിരുന്നു യേശു ക്രിസ്തു. അല്ലാതെ ശരീരം സ്വീകരിച്ച് ശരീരത്തിൽ വന്ന ആളല്ല. ശരീരത്തിൽ ദൈവത്തിന് വരാൻ പറ്റില്ല, ശരീരത്തിൽ ദൈവത്തിന് വരേണ്ട ആവശ്യമില്ല. മനുഷ്യാവതാരം, മനസ്സിലായല്ലോ? അതാ നിങ്ങളത് മനസ്സിലാവുന്ന ആശയത്തിൽ എഴുതിക്കോ ഡോസറ്റിസം എന്താന്ന്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നോ അങ്ങനെ എഴുതിക്കോ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൂടുതൽ ആശയങ്ങൾ അതിൻ്റെത് എടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പം ജഡാവതാരത്തിന്റെ ആവശ്യകതയില്ല. കാരണം ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയുകയില്ല. അവര് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചിന്തയാണ്, ദൈവത്തിന് എന്താകാൻ പറ്റില്ല, മനുഷ്യനാകാൻ കഴിയുകയില്ല. ദൈവമാണ്. പരിമിതിയില്ലാത്ത ദൈവത്തിന് പരിമിതിയുള്ള മനുഷ്യനെ പോലെ ആകാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ആകേണ്ടതിന്റെ ആവശ്യകതയില്ല. മനസ്സിലാവുന്നു? അപ്പൊ പിന്നെ എന്തായിരുന്നു? യേശു ക്രിസ്തു ഒരു മായക്കാഴ്ചയായിരുന്നു, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ മാത്രമായിരുന്നു. യേശു ക്രിസ്തു എന്താണ്? ഒരു മായക്കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ മാത്രമായിരുന്നു. അപ്പൊ യോഹന്നാൻ ഈ വാദത്തെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഏതിലൂടെ? 14-ാമത്തെ വാക്യത്തിലൂടെ യോഹന്നാൻ എതിർത്തിട്ട് പറയുകയാണ്, യേശു ഒരു മായക്കാഴ്ച അല്ലായിരുന്നു, യേശു ഒരു വെളിപ്പെടുത്തലും അല്ലായിരുന്നു, യേശു ജഡാവതാരമെടുത്തു. വേർഡ് ബിക്കെയിം ഫ്ലഷ്. വചനം ജഡമായി തീർന്നു. എത്രാമത്തെ വാക്യമാ? വചനം ശരീരം സ്വീകരിച്ചു. വേണമെങ്കിൽ ആ വാക്യം വായിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. 14-ാമത്തെ വചനം. ഡോക്ടർ ആ വാക്യം വേണമെന്ന് വായിച്ചു. 14-ാമത്തെ വചനം. ഓ യെസ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം.
ലോഗോസ് ആണ്. ലോഗോസ് ഫ്ലഷ് ആയി. Alright. കേൾക്കാമോ? അപ്പൊ യോഹന്നാൻ പറയാണ് അല്ലിത്, പിന്നെ എന്താണ് ഇത്? ഇൻകാർണേഷൻ ആണ്, ജഡാവതാരമാണ്. എങ്ങനെ മനസ്സിലായി അത്? ലോഗോസ് എന്ത് സ്വീകരിച്ചു? സാക്സ് സ്വീകരിച്ചു. സാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലഷ്. ലോഗോസ് സാക്സ്, SARX, സാക്സ് സ്വീകരിച്ചു. അപ്പം എന്ത് സാക്സ് സ്വീകരിച്ചു? ലോഗോസ് സാക്സ് സ്വീകരിച്ചു. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്കിലെ പദമാണ് എഗിനിറ്റോ എന്ന് പറയുന്ന പദം. എഗ്നിറ്റോ എന്ന പദത്തിന്റെ അർത്ഥം ബിക്കെയിം എന്നാണ്. എഗ്നിറ്റോ, ലോഗോസ്, എഗ്നിറ്റോ, സറാക്സ് എന്ന് പറഞ്ഞാൽ വചനം ജഡമായി തീർന്നു. വേർഡ് ബിക്കെയിം ഫ്ലഷ്. അപ്പൊ ഡോസറ്റിസം പറയുന്നു ശരീരം എടുക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. അതൊരു വെളിപ്പെടുത്തലായിരുന്നു. ആ വെളിപ്പെടുത്തലായ യേശുവിന് എന്തില്ലായിരുന്നു? ശരീരമില്ലായിരുന്നു. ദൈവത്തിന് ശരീരത്തിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ യോഹന്നാൻ പറഞ്ഞു നോ 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 നോ, അതല്ല, ശരീരം എടുത്തു. ശരീരം എങ്ങനെ എടുത്തു? മാംസം സ്വീകരിച്ചു. വചനം ലോഗോസ് മാംസം, സാക്സ് എടുത്തു. എഗ്നിറ്റോ, ബിക്കെയിം, അതാണ് ആ പ്രയോഗം അവിടെ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മളെ പോലെ വസിച്ചു. അപ്പൊ മായക്കാഴ്ചയല്ല, മാനിഫെസ്റ്റേഷനും അല്ല, വെളിപ്പെടുത്തലും അല്ല, മിന്നി മറഞ്ഞു പോകുന്ന. അപ്പൊ ഈ ഡോസറ്റിസം പറയുന്നവർ പറയും യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ മാത്രമായിരുന്നു. അപ്പൊ നമ്മൾ അവരോട് തിരിച്ചു പറയുകയാണ് നോ 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 നോ, പിതാവായ ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു യേശുക്രിസ്തു. പക്ഷെ ആ വെളിപ്പെടുത്തലിന് ശരീരം ഉണ്ടായിരുന്നു. എന്നെ അറിഞ്ഞത് എന്നെ പോലെ വന്നാണ്. ഓക്കെ, എനിക്കുള്ളതുപോലെ ദേഹദേഹി ആത്മാവോട് കൂടിയ ശരീരസ്ഥനായി അവിടുന്ന് ഇവിടെ വന്നു. മാംസം സ്വീകരിച്ചു. അതാ ഇവിടെ 14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്നിട്ട് പറയുന്നത് നമ്മുടെ ഇടയിൽ അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഇതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട വാക്യം. അപ്പം ഡോസറ്റിസത്തെ ഡിനൈ ചെയ്തിട്ട് രണ്ടാമത് പറയുകയാണ് അറ്റ് ദ സെയിം ടൈം. അപ്പം ജഡാവതാരം മാത്രമാണോ? അല്ല, ജഡാവതാരമാണ്. എന്നിട്ട് പറയുകയാണ് ജഡാവതാരം ചെയ്തപ്പോൾ അല്ലെങ്കിൽ മാംസമായപ്പോൾ നമ്മൾ എന്ത് കണ്ടു? കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം കണ്ടു. പിതാവിന്റെ മഹത്വമാണ്, ഏകജാതനായവന്റെ മഹത്വമാണ്. പിതാവിന്റെ മഹത്വം, ഏകജാതന്റേതുമായ മഹത്വം, സെയിം ഗ്ലോറിയ. കാരണം സത്തയിൽ, സാരാംശത്തിൽ പിതാവിനോട് പുത്രൻ തുല്യനാണ്. സത്തയിൽ സാരാംശത്തിൽ പിതാവിനോട് പുത്രൻ തുല്യനാണ്. അപ്പം സത്തയിൽ സാരാംശത്തിൽ പിതാവിനോട് തുല്യനായ പുത്രൻ എന്ന് വിശദീകരിച്ചിട്ട് പറയുകയാണ് ആ പുത്രനിൽ നമ്മൾ എന്ത് ദർശിച്ചു? പിതാവിൻ്റെതും ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈശോയുടെ ആ ജനനത്തിന്റെ അല്ലെങ്കിൽ ഈശോയുടെ, ഞാൻ പറഞ്ഞല്ലോ, ജഡാവതാരത്തിന്റെ ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ യേശുവിന്റെ ജഡാവതാരത്തിന്റെ രഹസ്യം മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു? അത് ഏകജാതനായവന്റെ മഹത്വമാണ്. അപ്പൊ അവിടെയാണ് നമ്മളുടെ പദം കയറി വരുന്നത്. ഏതാ പദം? മോണോഗനസ്. നമ്മൾ ആ പദം ഒന്ന് എടുത്തു. 14 വാക്യം. 14 വാക്യം അങ്ങനെയാണ് പറയുന്നത്. ഓൺലി ബിഗോട്ടൻ, മോണോഗനസ്, ഓൺലി ബിഗോട്ടൻ. അപ്പൊ ഈ മോണോഗനസ് എന്ന പദം ഒന്ന് എഴുതുക. ഏകജാതനായവന്റെ, അതിന്റെ ഗ്രീക്ക് വായിച്ച് പറഞ്ഞത് മോണോഗനസ്. ദീപ്തി മാത്യു കേൾക്കുന്നുണ്ടോ? ഉണ്ട്.
മോണോഗനസ്, MONOGENES, MONOGENES. ശരിക്കും അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? യുണീക്ക് എന്നാണ്. സോബി ജോസഫ് എഴുതുന്നു, യുണീക്ക് ഇൻ കൈൻഡ്, നിസ്തുല്യം. മലയാളത്തിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം നിസ്തുല്യം. ഇങ്ങോട്ട് നോക്കിയേ, മലയാളത്തിൽ നമ്മൾ സാറിന് കേൾക്കുമ്പം എന്താ നമുക്ക് തോന്നുന്നേ? ഏകജാതൻ എന്നുള്ളതും കൂടെ എന്നെ അർത്ഥമാക്കുന്നേ, വേറൊരു മാനില്ല, ഒറ്റ മോനേ ഉള്ളൂ, ഇനിയൊരു മകൻ ഉണ്ടാവുകയില്ല എന്നുള്ള ആശയത്തിലാണ്. പക്ഷെ ആ ആശയത്തിൽ അല്ല ഈ പദം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒറ്റ മോനേ ഉള്ളൂ, ഇനിയൊരു മകൻ ഉണ്ടാകത്തില്ല എന്ന ആശയത്തിലല്ല. പിന്നെയോ, വിശേഷമായ വിധത്തിൽ സ്ഥാനം ലഭിക്കപ്പെട്ടവൻ, വിശേഷമായ വിധത്തിൽ നിസ്തുല്യമായ തരത്തിൽ ഒരുക്കപ്പെട്ടവൻ എന്ന ആശയത്തിലാണ്. യുണീക്ക്. ഞാൻ ഇതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ ഇത് ഈ പുസ്തകം അറിയാതെ എല്ലാവർക്കും അല്ലേ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഓക്കെ, മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് ഇതിന് നല്ല ഒരു എക്സ്പ്ലനേഷൻ തരാം. അത് വായിച്ച എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഈ നിസ്തുല്യനായ പുത്രൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് അത് മനസ്സിലാവും. ഓക്കെ, ഈ മോണോഗനസിന്റെ അർത്ഥമാണ് ഞാൻ വായിക്കുന്നത്. 400 കാത്തലിക് ചർച്ചിന്റെ മതബോധന ഗ്രന്ഥം, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 443 ഖണ്ഡികയാണ് വായിക്കുന്നത്, 443. ഓക്കെ, തന്റെ പുത്രസ്ഥാനം ശ്രദ്ധിച്ചു കേട്ടോണേ, 51 ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. തന്റെ പുത്രസ്ഥാനം ശിഷ്യന്മാരുടെ പുത്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് യേശു സ്പഷ്ടമാക്കുന്നു. ശിഷ്യന്മാർക്കും പുത്രസ്ഥാനം കൊടുത്തല്ലോ അല്ലേ? നമുക്ക് എല്ലാവർക്കും എന്ത് തന്നിട്ടുണ്ട്? പുത്രസ്ഥാനം ഉണ്ടല്ലേ? ഇല്ലേ? തലകുലുക്ക. പേളി സഭാസിനൊക്കെ ഭയങ്കര ഗൗരവത്തിലാണല്ലോ ഇന്നിരുന്ന് പഠിക്കുന്നത്. തന്റെ പുത്രസ്ഥാനം ശിഷ്യന്മാരുടെ പുത്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് യേശു സ്പഷ്ടമാക്കുന്നു. നമ്മുടെ പിതാവ് എന്ന് ഒരിക്കലും അവിടുന്ന് പറയുന്നില്ല, നമ്മുടെ പിതാവ് എന്ന്. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവേൻ എന്ന് ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പഠിപ്പിച്ച പ്രാർത്ഥന ഒഴികെ യേശു നമ്മുടെ പിതാവ് എന്ന് ഒരിക്കലും പറയുന്നില്ല. തന്റെ പുത്രസ്ഥാനം മറ്റുള്ളവരുടെ ദൈവപുത്രസ്ഥാനവും തമ്മിലുള്ള ഭേദം എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന പ്രസ്താവനയിലൂടെ യേശു ഉറപ്പിക്കുന്നു. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഒന്നുകൂടെ വായിക്കാം. തന്റെ പുത്രസ്ഥാനവും മറ്റുള്ളവരുടെ ദൈവപുത്ര സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം, ഭേദം എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന പ്രസ്താവനയിലൂടെ യേശു ഉറപ്പിക്കുന്നു. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന മാറ്റിയുള്ള പ്രസ്താവനയിലൂടെ യേശു ഉറപ്പിക്കുന്നു. എന്ത്? യേശുവിന് ലഭിച്ച പുത്രസ്ഥാനമല്ല നമുക്ക് ലഭിച്ച പുത്രസ്ഥാനം. കത്തിയോ? അറക്കലെ അച്ചായ കത്തിയോ? അതാണ്. ഒന്നുകൂടെ 52 ആ കോട്ട് നമുക്കൊന്ന് എടുത്ത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. മാത്യു 5:48 ആണ്. ഡോക്ടർ ഒന്ന് എടുക്കാമോ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിങ്ങൾ, അവിടെ പ്രയോഗം കണ്ടോ? നമ്മുടെ അല്ല, നിങ്ങളുടെ. ഒന്ന് വായിച്ചു അടുത്ത 8-9. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങളുടെ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, നമ്മുടെ അല്ല. വ്യത്യസ്തമായി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ പുത്രത്വത്തിന്റെ വിശേഷമായ വിധമാണ്. ലൂക്കായുടെ സുവിശേഷം 11:13 വായിക്കാം നമുക്കല്ലേ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്.
യോഹന്നാന്റെ സുവിശേഷത്തിലെ അതുകൂടെ ഒന്ന് വായിക്കാം. 20:17 ആ വാക്യങ്ങൾ ജസ്റ്റ് 17. യോഹന്നാന്റെ സുവിശേഷം 20:17. യേശു പറഞ്ഞു, എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് ഇതുവരെ കയറി പോയിട്ടില്ല. സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട്, ഈ വാക്യമാണ്, ഞാൻ എൻ്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്തു എന്ന് പറയുക. 17ാമത്തെ വാക്യം നോക്കി. യോഹന്നാൻ 20:17. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരോട് അടുക്കൽ ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് അവരോട് പറയുക. ഒന്നുകൂടെ വായിക്കാം. ഞാൻ എൻ്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ നമ്മുടെ പിതാവിന്റെ അടുക്കൽ പോവാന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഞാൻ എൻ്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിയോയില്ലേ? ആരോഹണം ചെയ്യും. അപ്പൊ ഈ വ്യത്യാസമാണ് എന്താണ്? എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. നിങ്ങൾക്കും പിതാവാണ്, എനിക്കും പിതാവാണ്. പക്ഷെ ഞാൻ മോണോഗനസ് ആണ്. അപ്പൊ അതെന്താണ്? ഇനി ഒരിക്കലും മറ്റാർക്കും നൽകാത്തതും പുത്രനിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതുമായ ആ നിസ്തുല്യമായ തരത്തെ കുറിക്കുന്ന പദമാണ് എന്ത്? മോണോഗനസ്. സത്യം. വത്സമാമ ഇരുന്ന് പറയുന്ന കത്തൊന്ന് എലിസബത്ത്, ഹെയ്സൽ വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം ആ വ്യത്യസ്തമായ തരമാണത്. അപ്പൊ മോണോഗനസ് എന്ന വാക്ക് കേൾക്കുമ്പം ഓർക്കരുത്, മോണോഗനസ് എന്ന ബോബി കുന്നത്തു ഓജ. ഓക്കെ. അപ്പം സഭയുടെ പ്രബോധനം നമുക്ക് അതിൻ്റെ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ തരികയാണ്. നമ്മുടെ പിതാവ് എന്നും പറയുന്നില്ല. തൻ്റെ പുത്രസ്ഥാനം മറ്റുള്ളവരുടെ ദൈവപുത്ര സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന പ്രസ്താവനയിലൂടെ യേശു ഉറപ്പിക്കുന്നു. അപ്പം ഇനി നമുക്ക് ആ മോണോഗനസ് അല്ലെങ്കിൽ ഏകജാതൻ എന്ന പദത്തിന്റെ അർത്ഥം ഒന്നുകൂടെ വായിക്കാം. അപ്പൊ നമുക്കത് മനസ്സിലാവും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനം അല്ലെ? 14-ാമത്തെ വചനം. അത് പിന്നെ ഇനി എടുത്ത് നോക്കിയോ. അപ്പൊ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ യോഹന്നാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മായക്കാഴ്ചയല്ല, കണ്ടു മറഞ്ഞുപോയ, ശരീരമെടുക്കാത്ത, ദൈവം ശരീരരൂപത്തിൽ വരികയില്ല, വരേണ്ട ആവശ്യമില്ല എന്ന ജ്ഞാനവാദം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ പറയും അല്ലല്ല, ഇത് മാംസമായി വന്നു. മാംസമായി വന്നിട്ട് പറയാണ് മാംസമായി വന്നു എന്ന് പറയുമ്പോൾ അവര് ചോദിക്കുകയാണ്, ഓ അപ്പം നമ്മളെ പോലെ ജനിച്ചു എന്ന് പറയുമ്പോൾ ആ ജനനം കൊണ്ട് തുടങ്ങിയവനല്ല ദൈവം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് വിശേഷമായ പുത്രനാണ്, വിശേഷതയുള്ള പുത്രനാണ്. 3 ചിന്തകൾ മനസ്സിൽ വെക്കുക. 1, ലോഗോസ് മാംസമായി, വചനം മാംസമായി. 2, മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് പുത്രൻ എന്ന നാമധേയത്തിലാണ്. പുത്രൻ എന്ന നാമധേയത്തിൽ നമ്മുടെ ഇടയിൽ വസിച്ചപ്പോഴും ആ പുത്രൻ എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ദൈവപുത്രന്മാരാകാം, അല്ലെ ദൈവമക്കളാകാം എന്ന് പറയുന്ന തരത്തിലുള്ള പുത്രത്വം അല്ല. വിശേഷമാണ് വിധത്തിൽ ദൈവപുത്രന് നൽകിയ പുത്രത്വം. നമുക്ക് നൽകപ്പെടുന്നത് ദത്തുപുത്രത്വമാണ്. അത് അറിയാലോ നിങ്ങൾക്കല്ലേ? ദത്തുപുത്രത്വമാണ് നമുക്ക് നൽകപ്പെടുന്നത്.
എന്നാൽ പുത്രന്റെ പുത്രത്വം എന്ന് പറയുന്നത് ദത്തുപുത്രത്വം അല്ല, നിസ്തുല്യ പുത്രത്വമാണ്. ആ നിസ്തുല്യ പുത്രത്വത്തെ വിശദീകരിക്കാൻ ഗ്രീക്കിലെ ഏറ്റവും ശക്തമായ പദം യോഹന്നാൻ സ്ലീഹ ഉപയോഗിക്കുകയാണ്. അതാണ് മോണോഗെനസ്. മോണോ അറിയാലോ, മോണോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏകം. ഓക്കെ, മോണോഗെനസ് എന്നുള്ളതിലൂടെ ഏകം എന്ന് പറഞ്ഞാൽ ഇനി ആവർത്തിക്കപ്പെടത്തില്ല. എന്നിട്ട് ആ മോണോഗെനസിന്റെ ആശയം അവിടെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ 25-ാം തീയതി മോണോഗെനസ് എന്ന് പറയുന്ന ചിന്ത കുറച്ച് വിശദീകരിച്ചിരുന്നു. അന്ന് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് ലൈവ് പങ്കെടുത്തവർക്ക് ജസ്റ്റ് അത് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ 14-ാമത്തെ വചനം, വചനം മാംസമായി സാക്സ് എടുത്തു, ലോഗോ സാക്സ് എടുത്തു, നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ആ ദർശിച്ച മഹത്വം ഏതാണ്? ദർശിച്ച മഹത്വം കൃപയും സത്യവും നിറഞ്ഞതും. എന്നിട്ട് പറയാ, പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിതാവിന്റെ മഹത്വമാണ്, ഏകജാതന്റേതുമായ മഹത്വമാണ്. അപ്പൊ ഇനിയാണ് ഇവിടുത്തെ ഈ രണ്ടാമത്തെ പദത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഏതാ? മഹത്വം. പിതാവിന്റെ മഹത്വം, ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ആ ഡോക്സൻ അല്ലെങ്കിൽ ആ മഹത്വം, പ്രോക്സിമിറ്റി, ആ ഗ്ലോറി, ആ ഗ്ലോറി എന്ന് പറയുന്നതാണ് ദ ടോട്ടാലിറ്റി ഓഫ് ഗോഡ്. ആ മഹത്വം എന്ന് പറയുന്നതാണ് ദൈവം എന്താണോ അതാണ് ദൈവത്തിന്റെ ഡോക്സൻ, ദൈവത്തിന്റെ മഹത്വം. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയാണ് ദൈവം ഇതാന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ആ ഡോക്സൻ നമ്മൾ എവിടെ കാണുകയാണ്? ജീസസിൽ കാണുകയാണ്. അപ്പൊ യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്, മഹത്വം കുറഞ്ഞ ആളല്ല, ഡോക്സന് കുറവില്ല. സെയിം ഡോക്സൻ ഓഫ് ദി ഫാദർ, പിതാവിന്റെ അതേ മഹത്വം. എന്നിട്ട് അവിടെ ഡിഫറൻഷിയേഷൻ കൊണ്ടുവരികയാണ്. പിതാവിന്റെ മഹത്വമാണ്, പക്ഷേ ആ മഹത്വം വെളിപ്പെട്ടത് മോണോഗെനസിലാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ 4 പ്രധാന വാദങ്ങളെയാണ് അവിടെ നിരസിക്കുന്നത്. ഒന്ന്, ഇതൊരു മിന്നിമറയുന്ന മായക്കാഴ്ചയല്ല. 2, മാംസരൂപത്തിൽ വന്നതാണ്. മാംസരൂപത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്. 3ാമത് പറയാ, നമ്മുടെ ഇടയിൽ പാർത്തതാണ്. 4ാമത് പറയാ, ഇടയിൽ പാർത്തപ്പം എന്നേലും കുറവുണ്ടായിരുന്നോ? ഇവിടെ നോക്കിക്കേ, ഇടയിൽ പാർത്തപ്പം ദൈവത്വത്തിന്റെ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഇല്ല. ഫുൾ ഓഫ് ഡോക്സൻ ആയിരുന്നു. ആരുടെ ഡോക്സൻ? പിതാവിൽ നമ്മൾ എത്ര ഡോക്സൻ കണ്ടോ, എത്ര മഹത്വം കണ്ടോ, അതേ മഹത്വത്തോടെ പുത്രനെ നമ്മൾ കണ്ടു. അപ്പം തെയോസാരാ? ഗോഡ്. ലോഗോസാരാ? ജീസസാ. തെയോസിന്റെ കൂടെ ലോഗോസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് യോഹന്നാൻ 1:1 തുടങ്ങിയത്. ഇപ്പൊ അത് സെപ്പറേറ്റ് ചെയ്യുക. യോഹന്നാൻ 1:1 ഇങ്ങനെ ഇരിക്കുക, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെ ആയിരുന്നു. എന്നിട്ട് പറയാ, ദൈവം ആയിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അതാണ് 2 വ്യക്തിത്വം. എന്നിട്ട് പറയുക, ആ 2 വ്യക്തിത്വം ഒന്നായിരുന്നു, ദൈവമായിരുന്നു. ഓക്കെ, ഇനി അതിനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നിനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, കൊണ്ടുവന്നത് എന്ത് ചെയ്തു? മാംസം സ്വീകരിച്ചു. ബേർഡ് ബിക്കെയിം ഫ്ലഷ്. സാക്സ് എടുത്തു. സാക്സ് എടുക്കുമ്പോഴും ഇതിന്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും വന്നില്ല. മനസ്സിലാവുന്നോ? ദൈവത്തോട് കൂടെ ഇരുന്നപ്പം പൂർണ്ണ ദൈവത്തിന്റെ മഹത്വം അതിലുണ്ടായിരുന്നു. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. ഇതിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ പുറത്തു വന്നിട്ടും ഇതിന് യാതൊരു രൂപവ്യത്യാസവുമില്ല. ഇതങ്ങനെ തന്നെയാണ്. ഇവിടെയാണ്
ആ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്വവും മനുഷ്യത്വവും. സോവ എഴുതുന്നു, ദൈവത്തോടൊപ്പമുള്ള ദൈവം, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം, ദൈവമായിരുന്ന, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം. അതാ യോഹന്നാൻ ആദ്യം പരിചയപ്പെടുത്തിയത്. താഴേക്ക് കൊണ്ടുവന്നിട്ട് പറയുക, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ ദൈവം എന്ത് ചെയ്തു? ബോഡി ഫോം എടുത്തു. ബോഡി ഫോം എടുത്തപ്പം ബോഡി ഫോം എടുത്തില്ല. അതാ ഡോസിറ്റിസം. പറയാ, ബോഡി ഫോം എടുത്തു. ബോഡി ഫോം എടുത്തപ്പോ അടുത്ത ദുരുപദേശം അവിടെ തുടങ്ങുക. ബോഡി ഫോം എടുത്തെങ്കിൽ ഇനി ഒന്നെങ്കിൽ ബോഡി മാത്രം, അല്ലെങ്കിൽ ബോഡി ഫോം എടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ മാത്രം. ഒന്നുകിൽ ഡിവിനിറ്റി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി, ഒന്നെങ്കിൽ ദൈവത്വം അല്ലെങ്കിൽ മനുഷ്യത്വം. ഇത് രണ്ടും കൂടെ പറ്റില്ല. മനസ്സിലാവുന്നോ ദീപ്തി? മനസ്സിലാവുന്നോ ഞാൻ പറയുന്നത്? ഒന്നുകിൽ ഓക്കെ, ദൈവത്തോടു കൂടെ ആയിരുന്നു, തെയോസ് ആയിരുന്നു, ലോഗോസ് ആയിരുന്നു, തെയോസിൽ ലോഗോസ് ഉണ്ടായിരുന്നു, തെയോസും ലോഗോസും താഴേക്ക് വന്നു. എന്നിട്ട് ഇതാ ഇപ്പം തെയോസിൽ നിന്ന് ലോഗോസ് വന്നു താഴേക്ക്. ഇനി നമുക്കതിനെ ഹ്യൂമാനിറ്റി എന്ന് വിളിക്കാം. അപ്പൊ യോഹന്നാൻ പറയാണ്, ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയും, ദൈവത്വവും മനുഷ്യത്വവും, അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ ഈ പ്രയോഗം അവിടെ ഉൾപ്പെടുത്തുന്നത്. കൃപയും സത്യവും നിറഞ്ഞതും, അത് ഹ്യൂമാനിറ്റിയാണ്. പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം, പിതാവിൻ്റെതും ഏകജാതന്റേതുമായ മഹത്വം അവനിൽ കണ്ടു. ഓ, സിസ്റ്റർ ഫിലോ അത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതിന്റെ അർത്ഥം, പിതാവിന്റെ മഹത്വം കണ്ടു, ഏകജാതനായവന്റെ മഹത്വവും കണ്ടു. സെപ്പറേറ്റ് എൻറ്റിറ്റിയാ, സെപ്പറേറ്റ് ഐഡന്റിറ്റിയാ. പിതാവിന്റെ മഹത്വമുണ്ട്, ഏകജാതനായവന്റെ മഹത്വവുമുണ്ട്. Father's Gloria, glory of the Father, at the same the glory of the only doxen of the monogenes. പിതാവിന്റെ നോക്കി ആ ക്ലോസ്, എനിക്ക് 14-ാമത്തെ വചനം നിങ്ങൾ എല്ലാവരും വായിക്കണം. കൃപയും സത്യവും നിറഞ്ഞതും, അത് ഹ്യൂമാനിറ്റിയാ. എന്നിട്ട് പറയാ, പിതാവിന്റെ ഏകജാതനായവന്റേതുമായ മഹത്വം. പിതാവിന്റെ മഹത്വമുണ്ട്, ഏകജാതനായവന്റെ മഹത്വമുണ്ട്. ഓ ഹല്ലേലൂയ. അവിടെയാണ് ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചു. അവിടെയാണ് പരിശുദ്ധ ദൈവമാതാവിൽ ഈ പുണ്യം കടന്നു വരുന്നത്. ദൈവമാതാവിൽ സമ്മേളിച്ചത്, അല്ലെങ്കിൽ ദൈവമാതാവിൽ ഒന്നിച്ചത് ദൈവത്വവും മനുഷ്യത്വവുമാണ്. അവിടുത്തെ മനുഷ്യത്വത്തെ അവിടുന്ന് സ്വീകരിച്ചത് പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന്. എന്നാൽ അവിടുത്തെ ദൈവത്വം ഓൾറെഡി അവിടത്തേക്ക് ഉണ്ടായിരുന്നു. സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുക, വേർപെടുത്താൻ പറ്റില്ല, ഇൻസെപ്പറബിൾ ആണ്. അതാ പറയാം, ഒന്നുകൂടെ വായിക്കാം ഞാനത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും. കണ്ടോ, പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ യേശുക്രിസ്തു ദൈവത്തിന്റെ വെളിപാടായിരുന്നു, ഒന്നാമത്തെ ഡോക്സിറ്റിസം. രണ്ടാമത്തെ വരികയാണ് മോഡലിസം. എന്താ മോഡലിസം? എഴുതിയോ? മോഡലിസം എന്താ? മോഡലിസം എല്ലാം പഠിക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം കഴിയുമ്പോൾ ഏകദേശം ഒരു 17 ദിവസമെങ്കിലും നമ്മൾ പഠിക്കും. ഡോസറ്റിസം എന്നാ പറഞ്ഞു? ഇത് വെളിപാട് മാത്രമാണ്. ഓക്കെ. മോഡലിസം എന്നാ പറഞ്ഞു? അത് പിതാവ് തന്നെ എന്താണ്? പുത്രനായി വന്നതാണ്. പുത്രൻ തന്നെ എന്താണ്? പരിശുദ്ധാത്മാ. ആളൊന്നേ ഉള്ളൂ. ഉദാഹരണം എന്റെ കാര്യം തന്നെ പറയാം. ഞാൻ മകനാണ്, ഞാൻ അപ്പനാണ്, അല്ലേ? എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ മകനാണ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അപ്പനാണ്, അപ്പോൾ തന്നെ എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്. ഇതുപോലെ പഴയ നിയമത്തിൽ മുഴുവൻ ദൈവം, യഹോവയായ ദൈവം വന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ആ യഹോവയായ ദൈവം വേഷം മാറി യേശുക്രിസ്തു ആയിട്ട് വന്നു. പിന്നീട് യേശുക്രിസ്തു ഇവിടെ ജനിച്ച് മരിച്ച് കടന്നുപോയപ്പം മൂന്നാമത്തെ വേഷനായ പരിശുദ്ധാത്മാവായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രജനവേഷമാണ്.
ആദ്യത്തെ വേഷം പിതാവിന്റെ കെട്ടി, രണ്ടാമത്തെ വേഷം പുത്രന്റെ കെട്ടി, മൂന്നാമത്തെ വേഷം പരിശുദ്ധാത്മാവിൻ്റെത് കെട്ടി. ശരിക്കും ദൈവം ഒരാളേ ഉള്ളൂ. ഒരാൾക്ക് 3 ഭാവങ്ങളുണ്ട്. അതാണ് എന്ത്? മോഡലിസം. ശരീരമില്ല എന്ന് പറഞ്ഞ ഡോസറ്റിസം. ശരീരമുണ്ട്, പക്ഷെ ആ പിതാവ് തന്നെയാണ് പുത്രനായി വന്നത്. അത് മോഡലിസം എന്ന് പറഞ്ഞാൽ തട്ടിന് പുറകിൽ മട്ടുകൾ ഒത്തിരി ഉണ്ട്. തട്ടറിയത്തില്ലേ? തട്ടെന്ന് പറഞ്ഞ സ്റ്റേജ്. തട്ടിന് പുറകിൽ മട്ടുകൾ ഒത്തിരി ഉണ്ട്. ഒരു മട്ടാണ് എന്ത്? പിതാവിൻ്റെത്. പിതാവിന്റെ റോള് കഴിഞ്ഞു, അത് അഴിച്ചു മാറ്റി പുത്രൻ്റെതിട്ടു. പിതാവിന്റെ ആയിരുന്നു ഇച്ചിരി പ്രായമൊക്കെ ഉള്ള, താടിയൊക്കെ നരച്ച് കുറച്ച് മധ്യവയോധികന്റെ രൂപമൊക്കെ ഇട്ടു, തലമുടിയൊക്കെ നരപ്പിച്ചു. പിന്നെ പെട്ടെന്ന് മേക്കപ്പ് മാറ്റി ചെറുപ്പക്കാരൻ, ഇടത്തോട്ടും വലത്തോട്ടും മുടിയൊക്കെ ചീവി 33 തിരുവയസ്സുള്ള ആള്. അതേ ആള് തന്നെ വേഷം മാറി. പിന്നീട് എന്ത് ചെയ്തു? അതേ ആള് തന്നെ പരിശുദ്ധാത്മാവായിട്ട് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ഇതാണ് എന്ത്? മോഡലിസം. ഇതും തെറ്റാണ്. അപ്പൊ ഇത് രണ്ടും ഇവിടെ യോഹന്നാൻ എന്ത് ചെയ്യുക? ഡിനേ ചെയ്യുകയാണ്. യോഹന്നാൻ പറയുക ഡോസറ്റിസോ അല്ല, മോഡലിസോ അല്ല, പിന്നെ എന്താണ്? ട്രിനിറ്റേറിയനിസമാണ്. ഇതാ 3-ാമത്തെ ദിവസം വന്ന ട്രിനിറ്റേറിയനിസം. ഇത് കഴിഞ്ഞാൽ യൂണിറ്റേറിയനിസം പഠിക്കണം. ഓക്കെ. അപ്പൊ ത്രിയേക ദൈവ വിശ്വാസം, അതാണ് ത്രിത്വ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നിക്കായിലും കോൺസ്റ്റാന്റിനോപ്പിളിലും പ്രസിദ്ധപ്പെടുത്തിയ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ത്രിയേക ദൈവ വിശ്വാസം, ട്രിനിറ്റേറിയനിസം. ട്രിനിറ്റേറിയനിസത്തിൽ യേശുക്രിസ്തു ദൈവത്തിന്റെ വെളിപ്പാട് മാത്രമല്ല, യേശുക്രിസ്തു ദൈവത്തിന്റെ വെളിപ്പാടാണ്. അപ്പോൾ തന്നെ അവിടുന്ന് ശരീരം സ്വീകരിച്ചു വന്നു. 3 വ്യക്തിത്വങ്ങളാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് ട്രിനിറ്റേറിയൻസ് വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ വിശദീകരിക്കുന്നത്: മോളിൽ നിന്നുകൊണ്ട് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന ഒരു പിതാവ്, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു പുത്രൻ, പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധാത്മാവ്. അതല്ലാതെ സ്വർഗത്തിൽ റെക്കോർഡിങ് ചെയ്തു വെച്ചിട്ട് പുത്രൻ തമ്പുരാൻ താഴെ വെച്ചിട്ട് റിമോട്ടിൽ ഓൺ ആക്കിയതല്ല മേളിൽ നിന്നൊരു ശബ്ദം. ആണോ? അല്ല. മേളിൽ പറയാൻ ഒരു പിതാവും താഴെ വെള്ളത്തിൽ നിൽക്കാൻ ഒരു പുത്രനും പ്രാവുന്ന പോലെ ഇറങ്ങി വരാൻ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അപ്പൊ 3 വ്യക്തിത്വങ്ങളാണ്. ഏലോഹീം എന്ന ആദ്യ ദൈവത്തെക്കുറിച്ചുള്ള പ്രയോഗത്തിൽ തന്നെ ആ പ്രയോഗം ബഹുവചനമാണ്, പ്ലൂറൽ ഫോമാണ്. അവിടെ തന്നെ 3 ആളത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയിൽ തന്നെ ദൈവം തന്നെ പരിചയപ്പെടുത്തും പറയുന്നത് നാം, ഞാനെന്നല്ല, നാം. ഈ നാം എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അതിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഓക്കെ. അപ്പൊ മോണോഗനസ് എന്ന് പറയുന്ന ആശയിനി നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പത്തിൽ. മായക്കാഴ്ചയല്ല, പ്രജനവേഷവുമല്ല. അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഡോസറ്റിസവും മോഡലിസവും എന്നൊക്കെ പറഞ്ഞാൽ പാടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒന്ന് പറഞ്ഞു, മായക്കാഴ്ചയുമല്ല, പിന്നെ എന്തല്ല, കേവലം വെളിപാട്. അതാണ് ഡോസറ്റിസം. വെളിപാടുമല്ല, പിന്നെ എന്തല്ല, പ്രജനവേഷവുമല്ല, പിന്നെ എന്താ, ശരീരം സ്വീകരിച്ചതാണ്. നമ്മൾ കണ്ടു, ഏകജാതനെ കണ്ടു, മോണോഗനസിനെ കണ്ടു. അപ്പൊ ഏകജാതൻ എന്ന് പറയുമ്പം ഞങ്ങളുടെ അടുത്ത സിസിലിക്കുട്ടിക്കും ബേബിച്ചനും ഒരു മോനേ ഉള്ളൂ, അതുപോലെയാണോ? അല്ല. സിസിലിക്കും ബേബിച്ചനും കൂടെ ഉണ്ടായ അവന്റെ പേരെന്നായിരുന്നു, അവന്റെ പേര് മറന്നുപോയി, മാത്തുക്കുട്ടിയെ പോലെ അല്ല. അങ്ങനെ അല്ല. യുണീക് സൺ. അതാണ് മോണോഗനസ് എന്നാണ് ആശയം. വ്യത്യസ്തമായ വിധത്തിൽ പിതാവിൽ നിന്ന് വന്നവൻ, അല്ലെങ്കിൽ സത്തയിലും സാരാംശത്തിലും പിതാവിനോടൊപ്പം ഇരുന്നപ്പോൾ തന്നെ അതേ പുത്രൻ എന്ത് ചെയ്യുകയാണ്? പിതാവിൽ നിന്ന് താഴേക്ക് വരികയാണ്. നമ്മൾ അവന്റെ മഹത്വം ഏകജാതനായവന്റെ മഹത്വമായിട്ട് കണ്ടു. അപ്പം മോണോഗനസ്, ഇനിയിപ്പോ ആ പദം ഒന്നുകൂടെ പറയാം. ഉണ്ടാകേണ്ട ആവശ്യമില്ലായിരുന്നു. സൃഷ്ടിയല്ല,
കുറച്ച് 1, 2, 3, 4 എന്ന് പറഞ്ഞ് അങ്ങ് എഴുതിക്കും. നോട്ട് ക്രിയേറ്റഡ്. ക്രിയേറ്റഡ് അല്ല, ക്രിയേറ്റഡ് ആണ്. ക്രിയേറ്റർ ആണ്. സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. ആരംഭവും ഇല്ല, അവസാനവും ഇല്ല. ബിഗിനിങ്ങും ഇല്ല, എൻഡും ഇല്ല. തുടങ്ങി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. മനസ്സിലാവുന്നോ? അതുകൊണ്ടാ പറയുന്നത് അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ. നമ്മൾ മേളി വായിച്ചതാണ്. ഇനി ഞാൻ വായിക്കണം എന്ന് തോന്നുന്നു. ബോബിച്ചാൻ ചോദിക്കുന്നത് അതിനെ വായിക്കാത്തതെന്ന്. ഇനിയിപ്പോ വായിച്ചേക്കാം. ഇനി എല്ലാം നോക്കിയേ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ സമസ്തം അവനിലൂടെ ഉണ്ടായി. അവനുണ്ടായി എന്നല്ല കേട്ടോ, സമസ്തം അവനിലൂടെ ഉണ്ടായി. അപ്പം സമസ്തം ഉണ്ടാകുന്നതിന് മുമ്പേ അവനുണ്ടായിരുന്നു. അപ്പൊ സമസ്തം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് സൃഷ്ടിക്കപ്പെട്ടതല്ല, ഉണ്ടായിരുന്നതാണ്. സോബി എഴുതുന്നു. അത് നിസ്തുല്യമല്ലേ? അല്ലേ 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 ആണോ അല്ലയോ പറ. ആ നിസ്തുല്യതയ്ക്ക് യോഹന്നാൻ കൊടുക്കുന്ന പേരാണ് മോണോഗനസ്. സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പേ അവിടുന്ന് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പിതാവിന്റെ അതേ മഹത്വവുമായിട്ട്, ഡോക്സനുമായിട്ട് അവിടുന്ന് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു അവന്റെ തേജസ്. സൂസന്നയുടെ പപ്പി വന്ന് എന്തോ ചോദിക്കുന്നല്ലോ. അപ്പം നമ്മൾ അവന്റെ തേജസ് കണ്ടു. ഏകജാതനായവന്റെ തേജസ് ആയിട്ട് കണ്ടു. അപ്പൊ മോണോഗനസ് എന്ന് പറയുന്ന ആശയത്തിൽ നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും നമ്മുടെ അടുത്ത് ഒറ്റമോനുള്ള ഒരു അപ്പനുണ്ടായിരുന്നു എന്നുള്ള ആശയമേ അല്ല. വിശേഷമായ വിധത്തിലുള്ളത്, യുണീക് കൈൻഡ്, അല്ലെങ്കിൽ കൈൻഡ് യുണീക്ക് ആണ്, നിസ്തുല്യമായ തരത്തിലുള്ളത്, സൃഷ്ടിക്കപ്പെടാത്തത്. ആ നിസ്തുല്യതയ്ക്കകത്ത് വരുമ്പം എന്തൊക്കെ വരും? സൃഷ്ടിക്കപ്പെടാത്തത് വരും. ഉണ്ടായതല്ല, ഉണ്ട്. ആദ്യമില്ല, അവസാനമില്ല. അൺപെരീഷബിൾ ആണ്, നശിക്കത്തില്ല, നശിക്കാതെ നിലനിൽക്കും. ഉണ്ടായതേ നശിക്കത്തുള്ളൂ, ഉണ്ടാക്കിയതിന് നാശമില്ല. സൃഷ്ടിയല്ല, സൃഷ്ടാവാ. നിങ്ങളിതെല്ലാം ഈ ആശയങ്ങളൊന്ന് മനസ്സിലെടുത്ത് വെച്ചാൽ മതി. ഇനി ഒരെണ്ണം ഇല്ല ഇങ്ങനെ ഈ തരത്തിൽ, ഈ രൂപത്തിൽ ഇനിയൊന്നില്ല. അപ്പൊ ഈ ഇത്രയും ആശയത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒറ്റ പദം യോഹന്നാൻ എടുക്കുന്നത്, മോണോഗനസ്. അപ്പൊ അതിലൂടെ യോഹന്നാൻ വെട്ടുന്നത് 7 ഇസങ്ങളെയാണ്. നോസ്റ്റിസിസം അതിൽ പ്രധാനമാണ്. രണ്ടാമത്തേതാ ഡോസറ്റിസം, മൂന്നാമത്തേതാ മോഡലിസം. ഇനി താഴേക്ക് വായിക്കുമ്പോൾ യൂണിറ്റേറിയനിസം വരുന്നുണ്ട്. നമുക്ക് ആ 14-ാമത്തെ വാക്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇന്നെങ്കിലും നമുക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫ് തീർക്കാൻ പറ്റിയാലേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഏകജാതന്റേതുമായ മഹത്വം, ഏകജാതന്റേതുമായ പിതാവിന്റെ മഹത്വമാണ്. അതിനടിവരയിടണം. പിതാവിന്റെ കൃപയും സത്യവും നിറഞ്ഞതും, എന്നിട്ട് പറയാം പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിതാവിന്റെ മഹത്വമാണ് ഡോക്സൻ, സെയിം ഡോക്സൻ ഓഫ് ദി തെയോസ്, ഓഫ് ദി ഫാദർ. ഇനി എന്തിനാണ് ഈ മോണോഗനസ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നത്? കാരണം പഴയ നിയമം മുഴുവൻ പറഞ്ഞത് നിത്യനായ പിതാവിനെ കുറിച്ചാണ്, എറ്റേണൽ ഫാദർ. അപ്പൊ പുതിയ നിയമത്തിൽ പുത്രനായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിത്യനായ പുത്രന് നിത്യനായ പിതാവിന് നിത്യനല്ലാത്ത പുത്രൻ ഉണ്ടാവോ? പിതാവ് നിത്യനെങ്കിൽ പുത്രന് നിത്യനാണ്, കോ എറ്റേണലാണ്. അപ്പൊ ആ ആശയം കൊണ്ടുവരാൻ വേണ്ടിയാണ് യോഹന്നാൻ ശ്ലീഹ ഈ പദത്തെ കൊണ്ടുവരുന്നത്. അപ്പം ശരിക്കും ഈ 14 വാക്യത്തിനകത്ത് തന്നെ പ്രപഞ്ചോൽപത്തിയുടെ മധ്യസ്ഥനാണെന്ന് പറഞ്ഞ് ഗ്രീക്ക് ഫിലോസഫിയിൽ അല്ലെ തത്വചിന്തയിൽ ഉണ്ടായിരുന്ന ലോഗോസ് എന്ന് പറയുന്ന ചിന്തയെ യോഹന്നാൻ എടുത്തിട്ട്
സെരിന്തസ് എന്ന് പറഞ്ഞ തന്റെ പ്രധാനവാദി. സെരിന്തസിന് പുറകില് BC 5-ാം നൂറ്റാണ്ട് മുതലുള്ള പ്രധാന ഫിലോയുടെ വാദം നമ്മൾ കേട്ടു, ഹെരാക്ലൈറ്റസിന്റെ വാദം നമ്മൾ കേട്ടു. ഇവരുടെ എല്ലാം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന വാദമായിരുന്ന ലോഗോസ് കൺസെപ്റ്റ്. അത് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് ഒറ്റ അധ്യായം കൊണ്ട് തന്നെ ഇതിന്റെ മേൽ മുഴുവൻ വിജയം എടുത്തു കഴിഞ്ഞു. അതാണ് ജൊനൈൻ ഫിലോസഫിയുടെ അല്ലെങ്കിൽ യോഹന്നാന്റെ എഴുത്തിന്റെ ആ ശക്തി. ഇതാണ്, ഒറ്റ അധ്യായം കൊണ്ട് തന്നെ ഇതിനെ മുഴുവൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത്ഭുതങ്ങളെ കൊണ്ടുവരികയാണ്. 1-ാം അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത് ഈ സാക്ഷ്യവും ഈ വിറ്റ്നസിങ്ങും മാത്രമാണ്. എന്നാൽ 2-ാം അധ്യായം മുതൽ അങ്ങോട്ട് അത്ഭുതങ്ങളുടെ വിശദീകരണമാണ്. കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതങ്ങള്, പിന്നീട് അങ്ങോട്ട് അത്ഭുതങ്ങളുടെ വിശദീകരണമാണ്. അപ്പൊ ആദ്യ പാരഗ്രാഫ് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈ വാദഗതികളെ മുഴുവൻ യോഹന്നാൻ പുറത്താക്കുക മാത്രമല്ല, പുത്രന്റെ പ്രീ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മുന്നമേ ഉണ്ടായിരുന്ന പുത്രൻ. ഇപ്പൊ ഉണ്ടായ പുത്രൻ എല്ലാവർക്കും അറിയാം. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ് പറഞ്ഞു. കന്യകാജനനം അവരെല്ലാരും വിശദീകരിച്ചപ്പം യോഹന്നാൻ ശ്ലീഹ കൊണ്ടിരിക്കുകയാണ് ഉൽപ്പത്തി 1:1 നിന്ന്, ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. അത് കൊണ്ടുവന്നിട്ട് പറയുകയാണ് BC 5-ാം നൂറ്റാണ്ടിലേക്ക്, BC 500-കളിലേക്ക് വന്നിട്ട് 5-ാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഗ്രീക്ക് തത്വചിന്തയിൽ നിങ്ങൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതേ ചിന്തയാണ് അരയോപകുന്നിൽ പൗലോസ് ശ്ലീഹ പ്രസംഗിക്കുമ്പോൾ അവിടെ ഏതൻസിൽ പറയുന്നത്. നിങ്ങൾ അറിയാതെ സേവിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ്. അറിയാതെ സേവിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ്. എന്നെ അവരറിയാതെ സേവിക്കുന്നത്, അവര് ലോഗോസ് ആണെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയാണ്, നിങ്ങൾ ലോഗോസ് എന്ന് വിളിക്കുന്ന ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ലോഗോസ് തെയോസിന്റെ കൂടെ ആയിരുന്നു. ലോഗോസ് തെയോസ് ആയിരുന്നു. ആ ലോഗോസിന് എന്തുണ്ടായിരുന്നു? ഡോക്സൻ ഉണ്ടായിരുന്നു. ആരുടെ ഡോക്സൻ? മഹത്വം ഉണ്ടായിരുന്നു. ആരുടെ മഹത്വം? പിതാവിന്റെ മഹത്വം. പിന്നെ പുത്രൻ ആരായിരുന്നു? മോണോഗനസ് ആയിരുന്നു. മോണോഗനസ് എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? നിസ്തുല്യനായ പുത്രനായിരുന്നു. നിസ്തുല്യനായ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ അർത്ഥം? പിതാവിന്റെ അതേ തേജസ്സോട് നിറഞ്ഞ പുത്രൻ. ഓ മൈ ഗാഡ്, എത്ര ആശയങ്ങളുടെ കത്തികർപ്പാണ് അല്ലെ. ഇനിയാണ് അടുത്ത ചിന്തയിലേക്ക് നമ്മൾ വരുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി പിതാവിന്റെ മകൻ. യോഹന്നാൻ അവനെ സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഓക്കെ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പേ അവനുണ്ടായിരുന്നു. കണ്ടോ, കൊണ്ട് വെക്കുന്ന വെപ്പ് കണ്ടോ? ശരിക്കും സീനിയർ ആരാ? സീനിയർ ആരാ? യോഹന്നാനാണോ സീനിയർ? ഈശോയാണോ സീനിയർ? ശരിക്കും സീനിയർ യോഹന്നാനാ, ആണോ അല്ലയോ? ശരിക്കും സീനിയർ യോഹന്നാനാ. കാരണം എലിസബത്തിന്റെ ഗർഭത്തിൽ യോഹന്നാൻ ഉരുവായി 6 മാസം പൂർത്തിയായപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പരിശുദ്ധ അമ്മ എത്തുന്നത്. അപ്പൊ സീനിയർ ആരാ? യോഹന്നാനാ. പക്ഷെ സീനിയർ പറയുകയാണ്, ഞാൻ ജൂനിയറാ, എനിക്ക് മുമ്പേ ഉള്ളയാളാ, ഇവരെനിക്ക് മുമ്പേ ഉള്ളയാളാ. കേട്ടോ എങ്ങനെയാ വായിക്കുന്നേ? 17-ാമത്തെ വാക്യം, അവന്റെ പൂർണ്ണതയിൽ നോക്കിയോ. അടുത്തത് 15-ാമത്തെ വാക്യം, യോഹന്നാൻ അവനെ സാക്ഷി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പേ തന്നെ അവനുണ്ടായിരുന്നു. എനിക്ക് മുമ്പേ തന്നെ അവനുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാകും മുമ്പേ അവനുണ്ട്. കാരണം സൃഷ്ടാവാണ്. പോയിന്റോ, അവൻ മോണോഗനസ്. ഞെട്ടിച്ചേക്കരുത് കേട്ടോ, അടുക്കളയിലോട്ട് ചെയ്തിട്ട് മോണോഗനസ് എന്നൊന്നും പറഞ്ഞേക്കരുത്. യോഹന്നാൻ ജനിച്ചവനാണ്, നമ്മൾ ജനിച്ചവരാണ്, എന്നാൽ അവൻ ജനിപ്പിച്ചവനാണ്. He is above all. ഹല്ലേലൂയ. അപ്പൊ ആ ടൈമിനും സ്പേസിനും പുറത്തുള്ള, ഡോക്ടർ നന്നായിട്ട് പറയാതെ,
എങ്ങനെയാ പറയുന്നത് ഡോക്ടർ? About time and space. ടൈം ആൻഡ് സ്പേസിന് പുറത്തുള്ള ആള്, ആ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസിന് പുറത്തുള്ള ആളാണെങ്കിൽ അടുത്ത ചിന്ത വരികയാണ്. അപ്പൊ ഇപ്പൊ ആരൊക്കെയോ പറയുക, എന്റെ ബ്രദറെ, ഇത് നമ്മളിപ്പോ ഇതിങ്ങനെ പഠിച്ച് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്നാ ഗുണം? എന്റെ വീട്ടിൽ അരി വാങ്ങാൻ ഏതായാലും ഡോസറ്റിസം പഠിച്ചിട്ട് കാര്യം, എന്റെ മുട്ടിനുവേന മാറാൻ സീറ്റ അമ്മ ചിരിക്കുന്നു, എന്തുവാ, എന്റെ ചെവിയുടെ സൈഡിൽ വേദന മാറുമെന്ന് അതൊന്ന് പറയാമെങ്കിൽ ഇത് മത്സമാമ്മ താടിക്കായ കൊടുത്തിരിക്കുന്നു. ഇനിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് റിലേഷൻ ടു അസ്? നമ്മളുമായിട്ട് ഇത് എങ്ങനെയാ ബന്ധപ്പെടുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. നോക്കിയോ, അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടത് മുഴുവൻ നമ്മളിപ്പോ കേട്ടത് മുഴുവൻ the doctrine of the Father has revealed in his Son, the only begotten. ആ മോണോഗനസിൽ അത് പൂർണ്ണതയോടെ വെളിപ്പെട്ടിരിക്കുന്നു. എന്ത്? പിതാവിന്റെ തേജസ്, പിതാവിന്റെ മഹത്വം പുത്രനിൽ ഉണ്ടായിരുന്നു. ഇനി 16ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് ഉറക്ക വായിച്ച ആമേൻ പറഞ്ഞു. ഉഷാ പ്രസന്നൻ ഉറക്ക വായിച്ചോണം. 16ാമത്തെ വചനം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആമേൻ. From his fullness we all have received grace upon grace. അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന്. അപ്പൊ അവിടുത്തെ പൂർണ്ണത എന്താണ്? പിതാവിന്റെ പൂർണ്ണത, നിസ്തുല്യനായ പുത്രന്റെ പൂർണ്ണത. ആ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും എന്നാ പ്രാപിച്ചിരിക്കുന്നു? ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. ഒരാമേൻ പറയാമോ? പ്രസംഗിക്കാൻ തോന്നുന്നുണ്ടല്ലോ. ആമേൻ. അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന് നമ്മളെല്ലാരും കൃപമേലെ കൃപ പ്രാപിച്ചിരിക്കുന്നു. മേളി പറഞ്ഞു, അവിടുത്തെയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടുന്ന് മാംസമായി തീർന്നിരിക്കുന്നു. എന്നാത്തിനാ മാംസമായത്? From his fullness we all received grace upon grace. കൃപമേലെ കൃപ നമ്മളിലേക്ക് വരാൻ കാര്യം, he was full of grace. അവിടുത്തെ കൃപയുടെ പൂർണ്ണതയായിരുന്നു. ഓ ഹല്ലേലൂയ. എനിക്കത് വായിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാ. യോഹന്നാൻ പറയാ, കാരണം അവൻ എനിക്ക് മുമ്പേ തന്നെ അവൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ മോണോഗനസ് അല്ല, ഞാൻ ഗനസാണ്. ജീനാണ് ജനസ്. നല്ല ജനസ് വേണോ എന്നൊക്കെ പറയത്തില്ലേ, അതാ ഈ സാധനം. നല്ല ജനസാന്ന് പറയത്തില്ലേ, ആ സാധനം ഇത്. അത് തന്നെയാ ഇത്. നമ്മൾ വേറെ ആയിട്ടൊന്നും കാണണ്ട. അപ്പൊ എന്റെ ജീൻ വേറെയാണ്, എന്റെ ജനസ് വേറെയാണ്, എന്റെ ക്രോമോസോം വേറെയാണ്. ബട്ട് നിന്റേത്, അങ്ങയുടേത് വേറെയാണ്. യു ആർ എബവ് ഓൾ. നീ മോണോഗനസ് ആണ്, നിസ്തുല്യനായ പുത്രനാണ്. നിസ്തുല്യനായ പുത്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിസ്തുല്യനായിരിക്കുന്നത്? നിസ്തുല്യനായ പിതാവിനെ പോലെ തന്നെ പൂർണ്ണതയുണ്ട്. അപ്പോൾ തന്നെ പിതാവിന്റെ പൂർണ്ണതയും മനുഷ്യന്റെ പൂർണ്ണതയും, ദൈവത്തിന്റെ പൂർണ്ണതയും മനുഷ്യന്റെ പൂർണ്ണതയും. നിങ്ങൾ കത്തുന്നുണ്ടോ? എനിക്കത് ഭയങ്കര ആവേശം തോന്നുന്നത് പറയുന്നത്. മോണോഗനസ് പറഞ്ഞിട്ട് പറയാ, ഫുൾനെസ്. ആ ഫുൾനെസ്, ഡോക്സൺ ഓഫ് ദ ഫാദർ, പിതാവിന്റെ മഹത്വവും പുത്രന്റെ ഹ്യൂമാനിറ്റിയുടെയും ഡിവിനിറ്റിയുടെയും ഫുൾനെസ് അവിടുത്തെ ഇതുണ്ട്. So we have access because humanity is there. നമുക്കിന്ന് ബന്ധപ്പെടാം. എന്നാ കാര്യം? മനുഷ്യത്വം ഉണ്ട് അവിടെ. എന്നെ അറിയാം. ഞാൻ എപ്പോ കരയും, എപ്പോ ചിരിക്കും, എപ്പോ വീഴും, എപ്പോ എഴുന്നേക്കും, എപ്പോ വാഴും, എപ്പം വീഴും, ഇതെല്ലാം അറിയാം. കാരണം ഹ്യൂമാനിറ്റി ഈസ് ദെയർ. ഇനി ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പം he can help us because divinity is there. മനുഷ്യത്വത്തിൽ എന്നെ അറിയാം, ദൈവത്വത്തിൽ എന്നെ സഹായിക്കാം.
എന്നിട്ട് പറയാ from his fullness. Oh my God. From his fullness we all have received grace upon grace. കൃപയല്ല കൃപമേല കൃപ. ചേർന്ന് പറഞ്ഞ് സ്വീകരിച്ചേ, കൃപമേല കൃപ. From the fullness of him we all have received grace upon grace. Charin for charitos. We have received charin for charitos. ഇതാണ് ചാരിൻ ആൻറ്റി ചാരിറ്റോസ്. കൃപ കിട്ടി, കൃപ കാണിക്കാൻ വേണ്ടി. ചാരിറ്റോസ് for grace we have received everything from his fullness. അപ്പൊ ഇങ്ങോട്ട് നോക്കി ഞാൻ ഒന്ന് പറയട്ടെ. ഇങ്ങോട്ട് നോക്കി, മോണോഗനസ് എന്നാത്തിനാ പഠിച്ചേ? കണ്ണും പിടിക്കാത്ത കാലത്ത് മോണോഗനസ് പഠിച്ചിട്ട് എന്നാ കാര്യം? എന്റെ പൊന്നു ബ്രദർ, ഈ വയസ്സാം കാലത്ത് എന്നെ പിടിച്ചിരുത്തി മോണോഗനസ് ഒക്കെ എന്നാത്തിനാ പഠിക്കുന്നത്? എന്നതാ അവിടുത്തെ നിറവെന്ന് അറിഞ്ഞാലല്ലേ അവിടുന്ന് വരുന്ന നിറവയാന്ന് അറിയാൻ പറ്റും. ഇങ്ങോട്ട് നോക്ക്, അവിടെ എന്നാ ഉള്ളതെന്ന് അറിഞ്ഞാലല്ലേ അവിടുന്ന് വരുന്ന എന്നാന്ന് അറിയാൻ പറ്റുള്ളൂ. അവിടെ ഉള്ളത് എന്നാ പറ. 14-ാമത്തെ വാക്യം പറഞ്ഞില്ലേ? പിതാവിന്റെ തേജസ് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവിടുന്ന് മോണോഗനസാ. എന്നിട്ട് പറയാ, ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി അവിടുത്തെ സമ്മേളിച്ചിരിക്കുക. മായക്കാഴ്ചയല്ല, വെളിപാടല്ല, പ്രചന്നവേഷമല്ല. പിന്നെ എന്താ? ലോഗോസ്, വചനം അല്ലേ? ജഡമായി തീർന്നത്. സാക്സായി മാറി. ലോഗോസ് എഗ്നിറ്റോ, വചനം എഗ്നിറ്റോ, വചനം ജഡമായി തീർന്നു. മായക്കാഴ്ചയല്ല, വെളിപാടുമല്ല, പ്രചന്നവേഷമല്ല. പിന്നെയോ ഞങ്ങൾ കണ്ടു. Seen the Father, where he begotten, the only monogenes. മോണോഗനസിൽ കണ്ടു. എങ്ങനെ കണ്ടു? കണ്ടു. പിതാവിന്റെ തേജസ് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടിട്ട് എന്നാ ഗുണം? കണ്ടാൽ from his fullness we all have received grace upon grace. നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, 16-ാമത്തെ വചനം, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. Let us receive grace upon grace because he is full. From his fullness, അവിടുത്തെ അതുകൊണ്ട് ആ പൂർണ്ണതയിൽ നിന്ന് നമുക്കിന്ന് കൃപമേലെ കൃപ സ്വീകരിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇനി അത് ഇതോടെ പറയാതെ പോയ ഇന്ന് പാരഗ്രാഫ് തീരത്തില്ല. 17-ാമത്തെ വാക്യം, എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. Law was given by Moses and grace and truth came through Jesus. അതുകൊണ്ട് വിശദീകരിക്കല്ലേ ഡോക്ടറെ? Yes. എന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് നല്ലതായിട്ട് ശ്രദ്ധിക്കേ. പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് റീഫ്രഷ് ആക്കി, ഒന്ന് കൈ ഉയർത്തി ഒന്ന് ചേർത്തടിച്ചേ. ഓക്കെ, റിഫ്രഷ് ആയല്ലോ. ജോസു ഒന്നുകൂടെ കൈ അടിച്ചേ. ഓക്കെ, റെഡി. നോക്കിയേ പദം.
അവന്റെ പൂർണ്ണതയിൽ നമുക്ക് എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കും. എന്നിട്ടത് പറയാം. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. ഇത്രയും വാക്യത്തില് 15 വാക്യത്തിൽ നിൽക്കുന്നത് ഗ്രീക്ക് ഫിലോസഫിയാണ്, ലോഗോസ് കൺസെപ്റ്റ്. ഓക്കെ, നൗ ജോൺ is stepping into the Hebrew background. നമ്മള് 2 ബാലൻസിലാണ് കൊണ്ടുവന്നേ. ഒന്ന് ഗ്രീക്ക് ഫിലോസഫി, 2 ജൂയിഷ് മൊസൈക് ലോ, യഹൂദ മോശയുടെ ന്യായപ്രമാണം. 2 യോഹന്നാന്റെ കേൾവിക്കാർ ആരൊക്കെയാണ്? യഹൂദരുമുണ്ട്, യവനരുമുണ്ട്. യവനരുടെ അല്ലെങ്കിൽ ഗ്രീക്ക് തത്വചിന്തകരുടെ ചിന്തയിൽ നിന്നുകൊണ്ട് ലോഗോസിൽ അവതരിപ്പിച്ചു. ഇനി എബ്രായക്കാരോട് സംസാരിക്കുക. എബ്രായക്കാർക്ക് ലോഗോസ് പ്രശ്നമല്ല. അവരുടെ പ്രശ്നം മോശ വഴി തന്നത്. മോശ ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നു. Now John is stepping into the second audience. രണ്ടാമത്തെ കൂട്ടരിലേക്ക് തിരിയുക. നിയമം മോശ വഴി നൽകപ്പെട്ടു. ഒരു കണക്ഷനും തോന്നുകയില്ല ഈ വാക്യം തമ്മില്. പക്ഷെ അവിടെയാണ് ഈ ഇന്റർലിങ്കിങ് വരുന്നത്. താഴേക്ക് മുഴുവൻ അത് കണക്ട് ചെയ്യുകയാണ്. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. Law was the written form of God's standard. Jesus was the incarnated form of God's standard. Oh my God. Hallelujah. എഴുതിയോ? Yes. ദൈവത്തിന്റെ നിലവാരത്തിന്റെ എഴുതപ്പെട്ട രൂപമാണ് ന്യായപ്രമാണം. ദൈവത്തിന്റെ നിലവാരത്തിന്റെ എഴുതപ്പെട്ട രൂപമാണ് ന്യായപ്രമാണം. അത് മോശ വഴി വന്നു. ദൈവത്തിന്റെ നിയമത്തിന്റെ ദൈവത്തിന്റെ നിലവാരത്തിന്റെ എഴുതപ്പെട്ട രൂപമാണ് ന്യായപ്രമാണം. എന്നാൽ യേശുക്രിസ്തു നിയമമല്ല, നിയമം എഴുതിയവനാണ്. നിയമമല്ല, നിയമത്തിന് ജീവനില്ലായിരുന്നു, നിയമം എഴുതിയവന് ജീവൻ ഉണ്ടായിരുന്നു. എഴുതിയവൻ തന്നെ ഇറങ്ങി വന്നു. നിയമത്തിന് പറ്റിയില്ല. കരുണ കാരണം കല്ലെറിഞ്ഞു കൊല്ലണം, അതായിരുന്നു നിയമം. കരുണ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ നിയമം എന്തായി വന്നു? കൃപയും സത്യവുമായിട്ട് യേശുക്രിസ്തു വഴി വന്നപ്പം കല്ലെറിഞ്ഞു കൊല്ലേണ്ട സ്ത്രീക്ക് കരുണ കാണിക്കാൻ പറ്റി. അവളോട് കരുണ കാണിക്കാൻ പറ്റി. ഒന്ന് നൽകപ്പെട്ടതും മറ്റേത് വന്നതുമാണ്. ഒന്ന് ഏജന്റ് വഴി വന്നതാണ്, ഇത് ഡയറക്റ്റ് ദ പേഴ്സൺ. സ്റ്റോൺ ടാബ്ലറ്റ് എഴുതിയ ആള് തന്നെ ഇൻകാർണേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. കൽപ്പലകയിൽ എഴുതിയ ആള് തന്നെ ഇൻകാർണേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്. Law was the standard of God, and Christ, the divine person, he himself, not manifested, became flesh. Sax ആയി മാറി. Logos became sax. Egnito, sax. അപ്പൊ അവിടെ ആ വ്യത്യാസം നമ്മൾ കാണുന്നേ. Law was helpless because ലോയ്ക്ക് ജീവനില്ലായിരുന്നു. He was helpful because he has life. നിയമത്തിന് ജീവനില്ലായിരുന്നു, നിയമം എഴുതിയവന് ജീവൻ ഉണ്ടായിരുന്നു. ആമേൻ. ജോയ് കിരൺ എഴുതുക ആമേൻ. എനിക്ക് അങ്ങ് ആമേൻ 5 പ്രാവശ്യം പറയാൻ തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
ഇതാണ് ജൂയിഷ് സ്റ്റെപ്പ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന, സത്തയിലും സാരാംശത്തിലും തനിക്ക് തുല്യനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരും കാണാത്ത പിതാവ്, ഇത് ആരുടെ കൺസെപ്റ്റ് ആണെന്നറിയാം? യഹൂദന്റെ ചിന്തയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും കാണാത്ത പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന മോണോഗനസ്, സത്തയിലും സാരാംശത്തിലും തുല്യനായവൻ, നശിക്കാത്തവൻ, ആരംഭിക്കാത്തവൻ, അവസാനമില്ലാത്തവൻ, എന്നേക്കും നിലനിൽക്കുന്നവൻ, സൃഷ്ടിക്കപ്പെടാത്തവൻ, സൃഷ്ടിയല്ലാത്തവൻ, ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചവൻ, ജനിക്കാത്തവൻ, ജനനം ആവശ്യമില്ലാത്തവൻ, എന്നാൽ വിശേഷമായ വിധത്തിൽ ജഡാവതാരം എടുത്തവൻ, മായക്കാഴ്ചയല്ല, പ്രചനവേഷവുമല്ല, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. We have seen his glory, the glory of the only begotten, the glory of the monogenes, same glory. അതേ മഹത്വം നമ്മൾ കണ്ടു, പുത്രന്റെ തേജസ്സായ മഹത്വം നമ്മൾ കണ്ടു. സെലിൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററുമായിട്ട് ഇന്നലെ ഞാൻ സംസാരിക്കുകയായിരുന്നു. സിസ്റ്റർ സെലിൻ പറയായിരുന്നു, എന്റെ ബ്രദറെ, എന്റെ അടി നീയും കൂടെ ഒന്ന് വാടി എന്നും പറഞ്ഞ ഞാൻ എന്റെ കൂട്ടുകാരിയെ ഈ ക്ലാസ്സിലേക്ക് വിളിച്ചു വേണ്ടിയത്. ഇപ്പൊ അവക്ക് എന്നെക്കാട്ടിലും ആവേശമാണ് എന്റെ ബ്രദർ. അവളിത് മുഴുവൻ എഴുതിയെടുത്ത് സെർച്ച് ചെയ്ത് പഠിക്കുക. എനിക്കാണ് ജോലിയും കാര്യങ്ങളുമായിട്ട് പഠിക്കാനും പറ്റുന്നില്ല. ഞാൻ തോക്കുമായിരിക്കും, അവള് ജയിക്കുമായിരിക്കും. ഇത് ജയിച്ചാലും തോറ്റാലും സാരമില്ല. എന്റെ പൊന്നു ചേച്ചി, ഇത് കേൾക്കാൻ പറ്റിയില്ല. എന്റെ പൊന്നോ, ഇതിനപ്പുറത്ത് വേറൊരു ഭാഗ്യമില്ല. ഇന്ന് നമ്മളിലേക്ക് ഇത് വ്യാപിക്കണം. We have seen his glory. യോഹന്നാൻ സ്ലീഹയൊക്കെ ഇത് എഴുതിയപ്പം എനിക്ക് തോന്നുന്നു അവരൊക്കെ പരിശുദ്ധാത്മാവിൽ അങ്ങ് എടുക്കപ്പെടുകയാണ്. കാരണം നമ്മളിവിടെ കാണുകയാണ്, പിതാവുമായി ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ ചിന്ത അവരുടെ ഇടയിൽ കിടക്കുക, ദൈവത്തെ കാണണം, ദൈവത്തെ കാണണം, ദൈവത്തെ കാണണം. അപ്പം ജീസസ് യോഹന്നാനെ പരിചയപ്പെടുത്തുക, ദൈവത്തെ കാണണോ, ഈശോയെ നോക്ക്. കാരണം ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചിരിക്കുന്നു. അപ്പൊ ആ മനുഷ്യത്വത്തെ സമ്മേളിച്ചിരിക്കുന്നു എന്ന ചിന്ത വരുമ്പോ, മനുഷ്യത്വം സമ്മേളിച്ചിരിക്കുന്നു എന്ന ചിന്ത വരുമ്പോൾ ആ മനുഷ്യത്വത്തിന് പുത്രത്വമാണുള്ളത്. എന്തുകൊണ്ടാണ്? ആ പുത്രത്വത്തിൽ ദൈവകുടുംബത്തിൽ ആദിജാതനാണ് അവിടുന്ന്. ഏകജാതൻ, ഇനി ആദിജാതൻ എന്ന വിശദീകരണത്തിലേക്ക് വരുക. ആദിജാതൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ഇത് രണ്ട് ഭയങ്കര തിയോളജിക്കൽ ആസ്പെക്ട്സുകളാണ്. എനിക്കറിയത്തില്ല ഇന്ന് ഇതും കൂടെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് ദഹിക്കുവാണ്. പുത്രനായി അവൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി, അതേ വിശേഷ മോണോഗനസ് ആയി അവൻ അവിടുന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി. ആ കുടുംബത്തിൽ ജനിക്കുന്ന നമ്മൾ എല്ലാവരും അവിടുത്തെ സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. വായിക്കണം ജോൺസൺ സാറേ. അപ്പൊ സാറിനൊക്കെ പഠിക്കാൻ പറ്റിയ സമയമല്ലേ? യോഹന്നാൻ 2:11. ഹെബ്രായർ 2:11. ഹെബ്രായർ 2:11. ഹെബ്രായർ വായിക്കാം ചേട്ടാ. ദാ വന്നു. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. അവരെ എന്ന് പറയുന്ന ആരെയാ? നമ്മളെ. എന്നാ വിളിക്കാൻ? ബ്രദേഴ്സ് എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. കാരണം അവിടുന്ന് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി. കണ്ടോ? വിശുദ്ധീകരിക്കപ്പെടുന്നവരും
വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ആ ഒരുവനിൽ നിന്ന് തന്നെ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്ന ഒരുവനിൽ നിന്ന് തന്നെ. ആരാ വിശുദ്ധീകരിക്കുന്നവന്? കർത്താവാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാ? നമ്മളാ. രണ്ടുപേരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. അവൻ പറയുന്നു, അങ്ങേ നാമം എന്റെ സഹോദരന്മാരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ ഞാൻ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കും. അപ്പം വീണ്ടും ദൈവം പറയാ, വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം അർപ്പിക്കും എന്നും ഇതാ ഞാനും എനിക്ക് നൽകിയ മക്കളും എന്ന് അവൻ പറയും. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. അപ്പൊ ഒരപ്പൻ, ആ അപ്പന് വിശേഷമായ വിധത്തിൽ ഒരു മകൻ, ആ മകൻ മുഖാന്തരം ഒരുപാട് മക്കൾ, ഒരുപാട് സഹോദരങ്ങൾ. അപ്പൊ ഒരു വീട്, അവിടെ ഒരു പിതാവ്, ആ പിതാവിന് ഒരു പുത്രൻ, മോണോഗനസ്, ആ മോണോഗനസിൽ നിന്ന് ഒരുപാട് ജനസുകൾ. അപ്പൊ ജ്യേഷ്ഠ സഹോദരൻ വിളിക്കുകയാണ് അനുജന്മാരെ, ബ്രദേഴ്സ്, സഹോദരന്മാർ. അങ്ങനെ വിളിക്കാൻ ലജ്ജിച്ചില്ലെന്ന്. അപ്പൊ എങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാം. കൂടുതലൊന്നും ദഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയത്. അപ്പൊ നമ്മള് കണ്ടത് ദ ലോഗോസ് കൺസെപ്റ്റ്. ലോഗോസ് കൺസെപ്റ്റ് ശരിക്കും മധ്യസ്ഥൻ എന്നുള്ള ചിന്ത തന്നെയാണ്. യവന് അപ്പം ജ്ഞാനവാദികളെ സംബന്ധിച്ചിടത്തോളം ഡോസറ്റിസത്തിന്റെ മറ്റൊരു മുഖമാണത്. ഡോസറ്റിസം യേശുക്രിസ്തു കേവലം മായക്കാഴ്ചയാണ്, ഒരു വെളിപാടാണ് എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയ വെളിപാടല്ല, മാനിഫെസ്റ്റേഷനും അല്ല, റെവലേഷനും അല്ല, ഇൻകാർണേഷനാണ്. വെളിപാടോ പ്രത്യക്ഷതയോ അല്ല, പിന്നെയോ ജഡാവതാരമാണ്. മാംസം ധരിച്ചു, മാംസം സ്വീകരിച്ചു. ഡോസറ്റിസം അതേപോലെ ഇങ്ങോട്ട് വന്നപ്പം പ്രജനവേഷമാണ്. പ്രജനവേഷത്തെ അവർ പറഞ്ഞു, ആ പിതാവിനെ ഞങ്ങൾക്കറിയാം, ആ ആള് തന്നെയല്ലേ പിതാവിൽ നിന്നുള്ള പുത്രൻ, പിതാവിന്റെ മഹത്വവുമായി പിതാവിൽ നിന്നുള്ള പുത്രൻ. പോന്നു മോഡലിസം. പിന്നെ അവതരിപ്പിക്കുന്നു തെയോസിനോട് കൂടെ ഉണ്ടായിരുന്ന ലോഗോസ്, തെയോസ് ആയിരുന്ന ലോഗോസ്, മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വന്ന് പാർത്ത ലോഗോസ്. അത് കൊണ്ടുവന്നിട്ട് മോണോഗനസ് എന്ന ആശയത്തിൽ കൊണ്ടുവരും. മോണോഗനസ് തുറന്നപ്പോ നമുക്ക് മനസ്സിലായി, അയലൊക്കത്തെ ലില്ലിക്കുട്ടിക്കും മാത്തുക്കുട്ടിക്കും കൂടെ ഉണ്ടായ ഒറ്റമോന്റെ ആശയത്തിലല്ല, വിശേഷമായ വിധത്തിൽ സംവിധാനം ചെയ്യപ്പെട്ടത്. നിസ്തുല്യനായ പുത്രൻ. നിസ്തുല്യനായ പുത്രൻ എന്ന് പറയുമ്പോൾ ജനനം ആവശ്യമില്ലാത്തവൻ, ജനിക്കേണ്ടി ആവശ്യമില്ലാത്ത, സൃഷ്ടിയല്ല, എല്ലാം അവനിലൂടെ ഉണ്ടായത്. യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുക. 7 ക്ലോസ് വെച്ച് ആ പോയിന്റ് പ്രൂവ് ചെയ്യുന്നു. ആദ്യത്തെ ക്ലോസ് പറഞ്ഞു സകലവും അവനിലൂടെയാണ്. രണ്ടാമത്തെ ക്ലോസ് പറഞ്ഞു സകലത്തിനു മുമ്പേ അവനുണ്ട്. മൂന്നാമത്തെ ക്ലോസ് പറഞ്ഞു അവൻ മുഖാന്തരം ആ സകലം ഉണ്ടായത്. നാലാമത്തെ ക്ലോസ് പറഞ്ഞു യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്, എനിക്ക് മുമ്പേ അവനുണ്ട്. നിങ്ങളിപ്പോ എന്നെയാ കാണുന്നേ, പക്ഷെ എനിക്ക് മുമ്പേ അവനുണ്ട്, എനിക്ക് മുമ്പേ ഉള്ളവൻ. അഞ്ചാമത്തെ പറഞ്ഞു ആ ഉണ്ടായിരുന്നവന്റെ തേജസ് പുതുതായിട്ട് തുടങ്ങിയതല്ല, പിതാവിന്റെ അതേ തേജസ്, സെയിം ഗ്ലോറി, ബിഹെൽഡ് സെയിം ഗ്ലോറി. പുത്രന്റെ തേജസ്സായി കണ്ടത് പിതാവിന്റെ അതേ തേജസ്, പുത്രന്റെ തേജസ്സായിട്ട്. എന്നിട്ട് തന്നെ വിശദീകരിച്ച് പറഞ്ഞു ഫ്രം ഹിസ് ഫുൾനെസ്, അവിടുത്തെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. അപ്പൊ ഇന്ന് മോണോഗനസ് പഠിക്കുമ്പോൾ തലവേദനയുടെ സൈഡിൽ എഴുതി വെക്കാനുള്ള ഒരു നോട്ടല്ല,
മറിച്ച് നമുക്കിന്നത് നമ്മുടേതാക്കാം. കാരണം അവിടുന്ന് മോണോഗനസ് ആണെങ്കിൽ ആ ഫുൾനെസ് ചെയ്യുന്ന എനിക്ക് 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 കൃപമേൽ കൃപ ലഭിച്ചിരിക്കും. നമുക്ക് മനഃപൂർവ്വമായിട്ട് വിശ്വസിച്ച് സ്വീകരിക്കാം. ഈ കൃപയെ മനഃപൂർവ്വമായിട്ട് വിശ്വസിച്ച് സ്വീകരിക്കാം. അപ്പോൾ തന്നെ എല്ലാ മനസ്സുകളെയും അതിനു വേണ്ടി തുറക്കാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, ഈ നിന്റെ മക്കളോട് ചേർന്ന് ഏറ്റവും താഴ്ന്ന സ്ഥിതിയിൽ ഏറ്റവും ലളിതമായ തരത്തില് സാധുവായി എനിക്ക് ഇത് വിശദീകരിക്കുവാനായിട്ട് നൽകിയ അവസരത്തിന് സർവശക്തനെ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്രയോ ഉന്നതനാണ്. അങ്ങയുടെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ചുള്ള ആഴമായ മനസ്സിലാക്കൽ ഞങ്ങൾ എല്ലാവരിലേക്കും കൃപമേൽ കൃപ കൊണ്ടുവരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നതാണ്. അങ്ങനെ സ്നേഹത്തിന്റെ ആഴത്തിൽ ഞങ്ങൾ എല്ലാവരെയും വർദ്ധിക്കാൻ പഠിപ്പിക്കണമേ. വീണ്ടും അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. നാഥ, അഭിഷേകത്തിന്റെ മേൽ അഭിഷേകത്തെ പകരണം, ജ്ഞാനത്തിന്റെ മേൽ ജ്ഞാനത്തെ പകരണം. അടുത്ത ക്ലാസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ തന്നെ നാഥ എല്ലാ മനസ്സുകളെയും തുറക്കണമേ. ഇന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ റിവിഷനായി പഠിക്കുവാനും വീണ്ടും ഇതൊക്കെ സെർച്ച് ചെയ്യുവാനും പിന്നെയും പഠിക്കുവാനും എല്ലാ ഹൃദയങ്ങളെയും തുറക്കണം. ഞങ്ങൾക്ക് നൽകിയ എല്ലാ ആശീർവാദങ്ങൾക്കായി നന്ദി. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുമാറാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം എല്ലാവർക്കും വന്ദനം. നമുക്ക് അടുത്ത വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ ഒരുമിച്ച് കാണാം. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത നമ്മുടെ മറ്റേ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നേ. അവളിപ്പോ ആക്കിയിട്ട് അവള് മുമ്പ് കയറി പോവാന്നുള്ള തരത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങളും ആൾക്കാരെ വിളിച്ചോണ്ട് പോരെ, പഠിപ്പിച്ചോ. അങ്ങനെ ഒത്തൊരുമിച്ച്